ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇന്നലെ വൈകുന്നേരം പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു അമ്പലപ്പുഴ അമ്പലത്തിൽ നിന്ന് പോയി തൊഴാം. പെട്ടെന്ന് തന്നെ റെഡിയായി ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്ക് ഇവിടുന്ന് 23 കിലോമീറ്ററേ ഉള്ളൂ അമ്പലപ്പുഴ അമ്പലത്തിലേക്കുള്ള യാത്രയ്ക്ക്. തിരുവല്ല വഴി വരുന്നവർ മാവേലിക്കര റൂട്ട് പിടിച്ച് പൊടിയാടി ജംഗ്ഷനിൽ നിന്നും ചക്കളത്തുകാവ് എടത്വ തകഴി റൂട്ട് പിടിച്ചാൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്താം. ഈ വഴി പോയാൽ തകഴി സ്മാരകവും കാണാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഈ വഴി വന്നാൽ. ഞങ്ങളങ്ങനെ അതൊക്കെ ആസ്വദിച്ചങ്ങനെ യാത്രയായി. ഈ കാണുന്നതാണ് തകഴി സ്മാരകം. ഇപ്പോൾ അത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് താൽക്കാലികമായിട്ട് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടേക്കുന്നതാണ് കണ്ടിരിക്കുന്നത്. ഈ വഴിയാണ് കരുമാടി എന്ന സ്ഥലം. നമ്മുടെ കരുമാടിക്കുട്ടൻ സിനിമയൊക്കെ എടുത്തത് ഇവിടെ വെച്ചാണ്. ഇതുവഴി പോയാൽ നല്ല ഗ്രാമീണതയുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ പറഞ്ഞ് അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് അടുത്തു. ഈ വഴി വന്നാൽ ഈ എൻട്രൻസിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഒരു വലിയ കവാടവും ഒക്കെ കാണാം. ലെഫ്റ്റ് സൈഡിൽ തന്നെ അത്യാവശ്യം കുറച്ച് പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്യുന്നതിന് 30 രൂപയാണ്. എന്തായാലും അവിടെ തന്നെ പാർക്ക് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ അമ്പലത്തിനകത്തേക്ക് കടന്നു. അമ്പലത്തിൽ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ചെണ്ടമേളത്തിൻ്റെ ശബ്ദം കേൾക്കാം. കുളത്തിനരികിലൂടെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഈ കുളത്തിൻ്റെ ഭംഗി തന്നെയാണ് ഈ അമ്പലത്തിനെ മുന്നിട്ട് നിർത്തുന്നത്. കാലുകൾ കഴുകാമെന്ന് കരുതി കുളത്തിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് സൈഡിൽ ഒരാൾ കിടക്കുന്നത് കണ്ടത്. നമ്മുടെ പൂച്ച സാർ. നല്ല മയക്കത്തിലാണ് ആൾ. ഇത്രയും സേഫായ ഒരിടം ആൾക്ക് മറ്റെങ്ങും കിട്ടാനില്ല. അതായിരിക്കാം അവിടെ കിടന്നുറങ്ങുന്നത്. പിന്നെ ഭഗവാനും കാവലുണ്ടല്ലോ. ഇവിടെ നിന്ന് അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കുറച്ചു നേരം കണ്ടു. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു അമ്പലത്തിൽ. എന്തായാലും നല്ല ഭംഗിയായി തൊഴാൻ പറ്റി. അമ്പലത്തിൽ കലശപ്പരിപാടി ആയിരുന്നു. അതിൻ്റെ മേളമാണ് കേട്ടുകൊണ്ടിരുന്നത്. ഈ കുളത്തിനരികിൽ നിന്ന് അമ്പലം അങ്ങനെ കാണാൻ വളരെ നല്ല ഭംഗിയാണ്. കുറച്ചു നേരം അവിടെ നിന്നു. മനസ്സിനെന്തൊരു സമാധാനം. വിചാരിക്കുന്ന കൂട്ടല്ല കേട്ടോ. ഒരു വലിയ കുളമാണത്. നിറയെ മീനുകളുമുണ്ടതിൽ. കുളത്തിൻ്റെ ഭംഗിയാണ് അമ്പലത്തെ അട്രാക്റ്റ് ചെയ്ത് നിർത്തുന്നത് തന്നെ. ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടല്ലോ. ഇത്രയും അടുത്ത് കിടന്നിട്ട് 1-2 തവണയാണ് ഞാൻ തന്നെ അത് കുടിച്ചിട്ടുള്ളത്. വളരെ പഴക്കം ചെന്നൊരു അമ്പലമാണിത്. 15-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ആ ഭംഗി ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു. അങ്ങനെ നേരം നന്നേ വൈകി. ഞങ്ങൾ മെല്ലെ ഇറങ്ങി. വീണ്ടും കാഴ്ചകളൊക്കെ കണ്ടു നടന്നു. അപ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ടത്. നിറയെ കണിക്കൊന്ന. വിഷുവൊക്കെ അടുക്കാറായില്ലേ, അതായിരിക്കാം. ഇപ്പോഴേ കണിക്കൊന്നയൊക്കെ പൂത്തു തുടങ്ങി. പുറത്തോട്ടിറങ്ങിയപ്പോൾ അതാ ഒരു കാളക്കുട്ടൻ. അവൻ്റെ കൊമ്പ് കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചു പോകും. അത്രയും വലിയൊരു കൊമ്പാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. മറ്റൊരു യാത്രയുമായി വീണ്ടും കാണാം. ടാറ്റാ.